നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഭൂമികുലുക്കം എന്നൊരു വാർത്ത പുറത്തുവരികയാണ്. 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പാകിസ്ഥാനിലുണ്ടായത് മണിക്കൂറുകൾ മുമ്പാണ്. ഇത് രണ്ടാം തവണയാണ്. യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ ആഴ്ചയിൽ രണ്ടാം തവണയാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്. യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ശത്രുപക്ഷത്ത് ഇങ്ങനെയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് അത്ര നല്ല ശുഭകരമായ വാർത്തയല്ല. ഇസ്രയേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാവുന്ന സാഹചര്യം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത നിൽക്കെ ഇറാനിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പം സൃഷ്ടിച്ചിരുന്നു. ഇത് അന്നത്തെ യുദ്ധവിദഗ്ധന്മാർ അധികം പറഞ്ഞതും വിലയിരുത്തിയതും ഇത് ആണവ പരീക്ഷണമാണ് എന്നുള്ളതായിരുന്നു. അന്ന് ഇസ്രയേലുമായുള്ള സംഘർഷം യുദ്ധത്തിന്റെ പടിവാതിലെത്തി നിൽക്കെയാണ് ഇറാനിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്. ഒക്ടോബർ 5-നാണ് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാവിലെ 10:45-ന് സെനാംനാം പ്രവിശ്യയിലെ അരാധാൻ കൗണ്ടിയിലാണ് ഉണ്ടായത്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്നാണ് ആശങ്കകൾ നിറഞ്ഞത്. എന്നാൽ ആണവശേഷി പരീക്ഷിക്കുന്നതിന് ഒരു രാജ്യം ഉടനടി പ്രവർത്തനക്ഷമമായ ആണവായുധം സ്വന്തമാക്കുമെന്ന് അർത്ഥമില്ല എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ട്. പക്ഷേ 4.4 തീവ്രത അന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ ഇന്നും ഇതേ രീതിയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ആണവായുധം പരീക്ഷിച്ചോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ്. പാകിസ്ഥാൻ ഇതല്ല ഇതിനപ്പുറം മണ്ടത്തരം ചെയ്തു കൂട്ടുന്ന രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയുകയില്ല. 7-ാം ദിവസം പിന്നിടുമ്പോൾ ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള വെടിവെപ്പ് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. ഒപ്പം പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുക, അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ഒരൊറ്റ എണ്ണത്തെ പോലും കടത്തിവിടുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി തന്നെയാണ് നാഷണൽ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചിരിക്കുന്നത്. ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്സിലെ ഒരു പോസ്റ്റ് വഴിയാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ പ്രഭവ കേന്ദ്രം ഈ അക്ഷാംശം 31.08 നോർത്തിലും രേഖാംശം 62.84 ഈസ്റ്റിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഖൈബർ പഖ്തുൻഖ്വയിലെ സ്വാത്തിലും സമീപ പ്രദേശങ്ങളിലും ഞായറാഴ്ചയാണ് ഈ 4.4 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു പ്രകമ്പനവും ഉണ്ടായിരുന്നു. പ്രദേശമാകെ ഭൂചലനം അനുഭവപ്പെട്ടതിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു സംഭവ വികാസവും കൂടി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല യുദ്ധ വിദഗ്ധന്മാരും ഇതൊരു അണുആയുധ പരീക്ഷണമാണോ എന്നടക്കമുള്ള സംശയം മുന്നോട്ട് വെക്കുന്നത്. ജിയോളജിക്കൽ എഞ്ചിനീയർ മുഹമ്മദ് റഹാൻ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ, അറേബ്യൻ, യുറേഷ്യൻ, ഇന്ത്യ എന്നീ ഈ 3 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ രാജ്യത്തിനുള്ളിൽ 5 ഭൂകമ്പ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഞായറാഴ്ചയുണ്ടായ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സ്വാത്തിലും സമീപ പ്രദേശങ്ങളിലും 185 കിലോമീറ്റർ താഴ്ചയിലും ഹിന്ദു കുശിലാൽ പ്രഭവ കേന്ദ്രം എന്ന ദേശീയ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തെ ഉദ്ധരിച്ച് ഒരു സ്വകാര്യ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ആളുകൾ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സുരക്ഷിത സ്ഥലത്തിലേക്ക് മാറി എന്നും പറയുന്നു. എന്നിരുന്നാലും അതിന്റെ ഒരു ഭാഗത്ത് നിന്നും ജീവഹാനിയോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ 12-ന് ഞായറാഴ്ച പാകിസ്ഥാനിൽ റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രസ്താവനയിൽ പറയുന്നു. NCS പ്രകാരം 10 കിലോമീറ്റർ ആഴത്തിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതായും പറയുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി യുറേഷ്യൻ, ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ, ഈ ഖൈബർ പഖ്തുൻഖ്വ, അതുപോലെ തന്നെ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ ഇറാനിയൻ പീഠഭൂമിയിലെ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് ഈ സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ പ്രവിശ്യകൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ 2 ടെക്ടോണിക് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനാൽ ഈ പ്രദേശം ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇസ്രയേലുമായുള്ള സംഘർഷം യുദ്ധത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് ഇത്തരത്തിൽ ഇറാനിലും ഭൂകമ്പം ഉണ്ടായത്. അന്ന് ഒക്ടോബർ 5-നാണ് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്.
12 കിലോമീറ്റർ താഴ്ചയിലാണ് അന്ന് ഭൂചലനം ടെഹ്റാനിൽ ഉണ്ടായത്. ടെഹ്റാൻ സർവകലാശാലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജിയോസ്ഫിസിക്സിനെ ഉദ്ധരിച്ചാണ് മെഹർ വാർത്താ ഏജൻസി അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും അന്ന് ലഭിച്ചിരുന്നില്ല. ഒക്ടോബർ 1-ന് 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നായിരുന്നു അന്ന് വിലയിരുത്തൽ. അതിനുശേഷമാണ് ഭൂകമ്പം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആണവ പരീക്ഷണമാണോ പാകിസ്ഥാനിൽ നടന്നത് എന്ന തരത്തിലുള്ള സംശയം ഉരുത്തിരിഞ്ഞു വരികയാണ്. മറ്റൊരു വാർത്ത പാകിസ്ഥാനെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI മേധാവിയെ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി. ചാര സംഘടനയായ ISIയുടെ മേധാവി അസീം മാലിക്കിനെയാണ് NSA ആയി നിയമിച്ചിട്ടുള്ളത്. ഏപ്രിൽ 22-ലെ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് നീക്കമെന്നാണ് വിവരം. 2024 സെപ്റ്റംബർ മുതൽ ISIയുടെ മേധാവിയാണ് അസീം മാലിക്. അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ചു. ഉറി, കുപ്വാര, അഗ്നൂർ മേഖലകളിൽ വെടിവെപ്പുണ്ടായി. ഇന്നലെ നാഷേരി, സുദർബാനി, അഗ്നൂർ മേഖലകളിൽ വെടിവെപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി.